കാര്യം ബാധിക്കുന്ന ആളുകളായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവരെ ഞങ്ങൾ തുറന്നു നിർത്തേണ്ടതില്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് പ്രസ്താവിക്കുകയും അറിഞ്ഞോ അറിയാതെയോ അവരിൽ ചെറുക്കും കുപ്പുമൊക്കെ വന്നു ചേർന്നുവെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തുകയും അവർ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ചെറുക്കില്ലാത്തതുകൊണ്ട് ആ നമസ്കാരത്തിൽ അവരെ പിന്തുടരുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ രീതി. ഞങ്ങൾ കൊണ്ടുപോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ നമസ്കാരത്തിൽ അവരെ പിന്തുടർന്നാൽ പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം ഇമാമുകളെ ഞങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നമസ്കാരം ഉപേക്ഷിക്കൽ കുഫറാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് പോലും പറയുന്ന കാര്യമാണ്, അവർക്കതിൽ പറയാനുണ്ട്. അതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്ന എല്ലാവരെയും മുസ്ലിം എന്ന് പറയേണ്ടതുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട്. അപ്പോ അഹിൽ കിതാബിനെ കുറിച്ച് ജൂതക്രിസ്ത്യാനികളെ കുറിച്ച് ഖുർആൻ അവരെ വിളിച്ചത് യാ അഹിൽ കിതാബി എന്നാണ്. അവർ ശിർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല, അവർ കുഫറില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ അവരെ കുറിച്ച് എന്താണ് ബാധിച്ചത്, അവകാശപ്പെട്ടത്, അതവരെ വിളിച്ചു. അതാണ് പ്രവാദം എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് അവകാശപ്പെട്ട ഞങ്ങൾ വേദക്കാരാണ് എന്നാണ്. അത് അവരെ തിരിച്ചു വിളിക്കുക എന്നാണ് ഇസ്ലാമിന്റെ ശൈലി. എന്ന പോലെ തന്നെ ഞങ്ങളുടെ മറുവശത്തുള്ള ആളുകൾ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് വാദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്നത് വാദിക്കുന്നു. അതുകൊണ്ട് ആ വാദത്തിന് വേണ്ടി അവർ മുസ്ലിങ്ങളായി ഞങ്ങൾ സമ്മതിക്കുന്നു. മുസ്ലിങ്ങളെ തുറന്ന് നമസ്കരിക്കുന്നതിന് ഞങ്ങൾക്ക് നിവർത്തിയില്ല. പക്ഷേ മുസ്ലിങ്ങളിൽ ഹറാമ് വരാവുന്ന പോലെ, പിന്നെ ശിർക്ക് വരാവുന്നത് പോലെ, കുഫർ വരാവുന്നത് പോലെ, ശിർക്ക് വരാവുന്ന പോലെ, വിദഗ്ധ വരാവുന്ന പോലെ ആ തരത്തിലുള്ള പല പാപങ്ങൾ കടന്നു വരാവുന്നത്. ആ പാപങ്ങൾ വരുന്നതിനെ അവരെ ബോധവൽക്കരിക്കുകയും അതിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക, അവരെ ചിന്തയിപ്പിക്കുവാൻ ശ്രമിക്കുക എന്നല്ലാതെ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നും ഈ ശിർക്ക് ചെയ്യൽ അനുവദനീയമാണ് എന്നും അവർ സ്വയം പ്രസ്താവിക്കാണ്ട് വാദിക്കാൻ തടസ്സമാണ്. നമസ്കാരത്തിൽ പ്രത്യേക ശിർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ പിന്തുടർന്ന് നമസ്കരിക്കാൻ പ്രതിഫലമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ വാദപ്രതിവാദം വളരെയേറെ പരസ്പരമാണ് എന്നാണ് അതൊന്നും കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഞങ്ങൾ ആരെയും ശിർക്കുകളാക്കുന്നില്ല. ശിർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ വിദഗ്ധാണ് അല്ലെങ്കിൽ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മര്യാദ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കാറുള്ളൂ. ഒരു വിഭാഗത്തെക്കുറിച്ചും കാഫിറുകളാണെന്നോ മുശ്രിക്കുകളാണെന്നോ ഞങ്ങൾ വിധി നടത്താറില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും തെറ്റാണ്, 100% തെറ്റാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മുജാഹിദ് പണ്ഡിത സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ വെളിയങ്കോട് ഉമർ മൗലവി എഴുതിയ പുസ്തകമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ ഉമർ മൗലവി എന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിന്റെ മാത്രം അഭിപ്രായമല്ല, ഈ പുസ്തകം അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവരിക്കുന്നത് ഇത് മുഴുവനും ഞങ്ങൾ വായിച്ചു, കേട്ടു, വായിച്ചു, പൂർണ്ണമായി ഞങ്ങൾ അനുകൂലിക്കുന്നു, ഇത് വായിച്ച് ഗ്രഹിക്കുവാൻ എല്ലാവരോടും ഉപദേശിക്കുന്നു എന്ന് PK മൂസ മൗലവി പുളിക്കൽ, P സയ്യിദ് മൗലവി പ്രസിഡന്റ് കേരള ജംഇയ്യത്തുൽ ഉലമ, KM ഇബ്രാഹിം മൗലവി സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ, ഡോക്ടർ M ഉസ്മാൻ പ്രസിഡന്റ് കേരള നദവത്തുൽ മുജാഹിദീൻ, KP മുഹമ്മദ് മൗലവി സെക്രട്ടറി കേരള നദവത്തുൽ മുജാഹിദീൻ, ഇങ്ങനെ കേരള മുജാഹിദ് നേതൃത്വത്തിന്റെ പ്രസിഡന്റുമാരും അതിന്റെ ജനറൽ സെക്രട്ടറിമാരും പ്രധാന പ്രവർത്തകരും എല്ലാവരും അംഗീകരിച്ച് ഒപ്പുവെച്ച ഈ പുസ്തകത്തിൽ വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നത്, ആകയാൽ മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കബറാകും. യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഒരു തവണ വിളിച്ചാൽ അവൻ 4 വട്ടം കാഫിറാകും. അപ്പോൾ ഖുതുബിയ്യത്തിൽ 1000 തവണ വിളിക്കുന്നവൻ 4000 തവണ കാഫിറാകും എന്ന വിധിപ്രഖ്യാപനമാണ് കേരളത്തിലെ മുജാഹിദ് നേതൃത്വം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, ഉമർ മൗലവി തന്നെ കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് ഉമർ മൗലവി പറയുന്നു, മുസ്ലിയാക്കന്മാർ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. മുസ്ലിയാക്കന്മാർ അബൂജഹലിനേക്കാൾ കടുത്ത കാഫിറുകളാണ്, മുശ്രിക്കുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1975 ഓഗസ്റ്റ് ലക്കം ബെൻസബീലിൽ ഉമർ മൗലവി പറയുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നു, കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് ഉമർ മൗലവി എല്ലാവിധ ഇപ്പോൾ മുജാഹിദിന്റെ ഇരുവിഭാഗവും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഇരുവിഭാഗവും ഞങ്ങൾ ഉമർ മൗലവിയുടെ പാതയിലാണ് എന്ന് വരെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഉമർ മൗലവി പറയുന്നു, ഇപ്പോൾ മുസ്ലിയാർ എന്ത് പറയുന്നു, മര്യാദയ്ക്ക് അസ്സലാമു അലൈക്കും എന്നോട് പറയാൻ മുസ്ലിയാർ പൊരുക്കമുണ്ടോ? മുസ്ലിയാർ ഒന്നും ഓടിക്കാത്തോളി മുഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണമെന്ന് പറയുന്നവൻ കാഫിറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവരും കാഫിറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവരും കാഫിറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായ വ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാകുന്നു. ഖുർആനൊപ്പം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവൻ കാഫിറാകുന്നു. അങ്ങനെയുള്ളവരോട് അസ്ലം മുസ്ലിം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവരും
കാഫറാകുന്നു. ഇങ്ങനെ മുഹ്യിദ്ദീൻ ഷേഖിനെ രക്ഷിക്കണേ എന്ന് സഹായം ചോദിക്കുന്നവർ 1000-ഉം 10,000-ഉം വട്ടം കാഫറുകളാണ് എന്ന് കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റുമാരുടെയും കേരള ലോക്കൽ മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും അംഗീകാരത്തോടെ എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമാണ് അന്തരാൽവാസിക. നേർച്ചകൾ എന്ന പരവാചകത്തിൽ ഇവർ പരിഭാഷപ്പെടുത്തി ചേർത്തിട്ടുള്ള ലേഖനത്തിൽ NV ഇബ്രാഹിം സാഹിബ് എന്ന വ്യക്തി എഴുതുന്നത് അല്ലാഹുവിന്റെ ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിവിടച്ചവനുമാകുന്നു. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂർണ്ണ മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അറിയിക്കുമെന്നും സുഖദൂരങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസിനെ സന്ദർശിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുസ്ലിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഖബറിലേക്ക് മനസ്സിലാക്കുന്നവൻ, മഹാത്മാ ബഹുമാനിക്കുന്നവൻ, അവരോട് സഹായം ചോദിക്കുന്നവൻ, അവരോട് സഹായാർത്ഥം നടത്തുന്നവർ അവർ മുസ്ലിക്കുകളാണ്. 1000 വട്ടം 10,000 വട്ടം 4000 വട്ടം കാഫറുകളാണ് എന്ന് വ്യക്തമായി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചാണ് ചോദ്യം. കേരളത്തില് ശിർക്ക് ചെയ്യുന്നു എന്ന് ബോധ്യമുള്ള ഇമാമിനെ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മൗലവി സാഹിബ് ഈ ചോദ്യത്തിന്റെ മറുപടിയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? ശിർക്ക് ചെയ്യുന്നു എന്ന് ശിർക്ക് ചെയ്യാമെന്ന് വാദിക്കുന്നവരെ തുടരാൻ പറ്റില്ല. ശിർക്ക് ചെയ്യുന്നവരെ തുടരുന്നതിന് കുഴപ്പമില്ല. ശിർക്ക് ചെയ്യുന്നു എന്ന് വാദിക്കുന്നവരെ തുടരുന്നതിന് കുഴപ്പമുള്ളൂ. ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ ഭാഷയിൽ മുഹ്യിദ്ദീനെ രക്ഷിക്കണമേ സഹായിക്കണമേ എന്ന് പറയുന്നത് മുജാഹിദുകളുടെ ഭാഷയിൽ ശിർക്കാണ്. എന്നാൽ നിങ്ങളുടെ ഭാഷയിലുള്ള ആ ശിർക്ക് അനുവദനീയമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ തുടരാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ മുഹ്യിദ്ദീൻ എന്ന് വിളിക്കാൻ കാര്യമായ തെളിവൊന്നും വേണ്ട എന്നിടത്താണ് പർവ്വതം നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉത്തരം അദ്ദേഹം ആരംഭിക്കുന്നത്. ഞാൻ വ്യക്തമായും പറയുന്നു, കഴിഞ്ഞ ചർച്ച ഈ സ്ഥലത്ത് എല്ലാവരും കേട്ടിട്ടുണ്ട്. മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ തെളിവ് ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ചരിത്രം തെളിവ് ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് തെളിവ് ധരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് പോകേണ്ടതില്ല. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഇപ്പോഴത്തെ വിഷയം ശിർക്ക് ചെയ്യുന്നവനെ തുടരാൻ പറ്റോ? അപ്പൊ ഞാൻ ചെയ്യുന്നത് ശിർക്ക് തന്നെയാണ് എന്ന് വാദിച്ചെങ്കിലേ തുടരാൻ പറ്റുള്ളൂ എന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്ന ശിർക്ക് ചെയ്യുന്നു എന്ന് വാദിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്ന് വിളിക്കുന്നത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ ഭാഷയിലുള്ള ആ ശിർക്ക് ചെയ്യാം, അത് ഇസ്ലാമിൽ പറ്റും. അത് ശിർക്കല്ല യഥാർത്ഥത്തിൽ. അത് നിങ്ങളുടെ ശിർക്കാണ്. മുജാഹിദ് ഇസ്ലാമിലുള്ള ശിർക്കാണ്. കേവലമുണ്ടാക്കിയ ഇസ്ലാമിലുള്ള ശിർക്കാണ്. അത് അല്ലാഹുവിന്റെ ഇസ്ലാമിൽ ശിർക്കല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്ലാമിൽ അത് ശിർക്കല്ല എന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവരെ തുടരാൻ, ശിർക്ക് ചെയ്യുന്നവരെന്ന് മുസ്ലിമീങ്ങളെ പറ്റി പറയുകയും 1000 വട്ടം 10,000 വട്ടം കാഫറാകുമെന്ന് പറയുകയും അവരെ തന്നെ തുടർന്ന് കേൾക്കും ചെയ്യും. അവർ അർത്ഥം ഭക്ഷിക്കും ചെയ്യും. ഇന്ന് നമ്മുടെ പള്ളിയിലുള്ള ഇമാമ്, ആ ഇമാമും മുഹ്യിദ്ദീൻ ഷേഖിനെ വിളിക്കുന്ന ആളാണ്. ആ ഇമാമ് കുത്തുബിയെ ചെയ്യുന്ന ആളാണ്. പക്ഷെ ആ ഇമാമിനെ തന്നെയാണ് പല മുജാഹിദുകളും തുറന്നത്. അവൻ ശിർക്ക് ചെയ്യുന്നു ചെയ്യുന്നത് ശിർക്കാണ്, ചെയ്യുന്നവൻ മുശ്രിക്കാണ്, 1000 വട്ടം 10,000 വട്ടം കാഫറാകും എന്ന് പറയുക, അതിന്റെ പുറമെ അവരെ ചെന്ന് തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യുക. ഈ നയമാണ് മുജാഹിദുകൾ സ്വീകരിക്കുന്നത്. 1 മിനിറ്റോ 1/2 മിനിറ്റോ എന്തെങ്കിലും കൂടി പോയിട്ടുണ്ടെങ്കിൽ അത്രയും സമയം അവർ പരിഗണിക്കും.